എടീ ഉഷേ, ഉഷേ എവിടെ ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. രൂപ ഒന്നും ഉണ്ടല്ലോ, 50,000 ഒന്ന് നോക്കിക്കേ. രവിയേട്ടാ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് നോക്കി നോക്കിയാ എവിടെ വെച്ചെന്ന്. എൻ്റെ വായിന്ന് കേൾക്കണ്ട, ഞാൻ കാശ് കൊടുക്കാമെന്ന് വിളിച്ചു പറഞ്ഞാ ഹോസ്പിറ്റലിൽ. മോള് കണ്ടിരുന്നോ അച്ഛൻ കൊണ്ടുവച്ച പൈസ? ഇല്ല അച്ഛാ, ഞാൻ കണ്ടില്ല. നിങ്ങൾ മോളോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? മോള് കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഭ്രാന്താക്കൽ ഉഷേ, ഞാൻ കാശ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുക അമ്മ. ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രവിയേട്ടാ നിങ്ങളൊന്ന് സമാധാനിക്ക്, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കാണും അല്ലേ? രവിയെ, രവിയെ, രവി. ആ അശോകനോ? എന്താടാ ഒച്ചപ്പാട്? ഇന്നും അടിച്ച് കോൺതെറ്റിയാ വന്നത്? ഇല്ലടാ, അടിച്ചിട്ടില്ല. നാളെ അമ്മയുടെ ഓപ്പറേഷനാ, ഇന്ന് കാശടക്കണമെന്നാ പറഞ്ഞു. ഓ, എന്നാ പിന്നെ വേഗം പോകാൻ നോക്ക്. കുടിച്ചിറക്കണ എനിക്ക് ആരെങ്കിലും കാശിറണ്ട. പിന്നെ എല്ലാം കൂടെ ആചാരുടെ കാല് പിടിച്ചിട്ടാ പൈസ കിട്ടിയ. രാവിലെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പണിക്ക് പോയതാ. തിരിച്ചു വന്നപ്പോൾ അത് കാണുന്നില്ല. അത് തെരച്ചില്ല. അതെവിടെയും കാണും. ഒന്ന് സമാധാനത്തിൽ നോക്ക്. ചില സമയത്ത് എല്ലാവർക്കും പറ്റുന്നതാ, കൺമുമ്പിൽ ഉണ്ടെങ്കിലും കാണൂല. ഏയ് ടെൻഷൻ അടിക്കണ്ട, അവിടെ എവിടെയും നോക്ക്. ശരി എന്നാ. നല്ല മീനൊന്നും കിട്ടിയില്ല. ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഓനെവിടെ? ഇതാ അകത്ത് മൊബൈലും തോണ്ടിയിരിക്കുന്നു. ഓ, നല്ല ക്ഷീണം, ഒന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കിയിട്ടുണ്ടാ? അടുപ്പത്തുണ്ട്, ഞാൻ എടുത്തു വെക്കാം. ആ കുട്ടാ, കുട്ടാ. ആ, ഏത് നേരം ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ പണി. ഞാൻ എപ്പോൾ എടുത്തിട്ടുള്ളൂ. ശരി, അച്ഛനെ കുളിച്ച് വരുന്ന വരെ മാത്രം. രവിയേട്ടാ എന്താ കിട്ടിയോ? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. നീ ഇപ്പൊ നിങ്ങളെങ്ങാനും പണിക്ക് പോയപ്പോ കൊണ്ടുപോയോ? നീ അവിടെ എങ്ങാനും? മോളെ, ഇന്നിവിടെ ആരെങ്കിലും വന്നോ? ആരും വന്നില്ലല്ലോ. കുട്ടൻ കളിക്കാൻ വന്നിരുന്നു കുറച്ചു നേരം. ഏത് അശോകന്റെ മോനോ? ആ, ഷീജേ, ഷീജേ, എന്താ ഇത്? ഇത് എവിടെന്നാ? ഇതെന്താ പൈസയാണല്ലോ. ഇത് അതിനല്ലേ ഞാനും ചോദിക്കുന്നേ, ഇത് എവിടെന്നാ കിട്ടിയേ? എനിക്കറിയില്ല. കുട്ടാ, കുട്ടാ. ഇനിയിപ്പോൾ അവനെങ്ങാനും എടുത്തോ? ഏയ് അവൻ കുറച്ചു നേരേ വന്നുള്ളൂ. പിന്നെ രണ്ടാളും കൂടി ഫോൺ കളിയായിരുന്നു. അവൻ എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലൊന്ന് ചോദിച്ചു നോക്കാം. രവിയേട്ടാ, നിങ്ങളിത് എന്തു ഭാവിച്ചാ? അവരോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും ഓൻ എടുത്തിട്ടില്ലെങ്കിൽ? വെറുതെ അയൽക്കാരെ കൂടി ശത്രുക്കളാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ശത്രുക്കളുണ്ട്. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? അവൻ എടുത്തിട്ടുണ്ടാവില്ല. മോളോട് ചോദിച്ചു നോക്ക്. കുട്ടനും ഞാനും കൂടിയും കളിക്കുമായിരുന്നു അച്ഛാ. ഓനെടുക്കൂല. കുട്ടാ, ഇത് എവിടെന്നാ കിട്ടിയേ?
പറയടാ, ഇതെവിടുന്നാ? നീ കൊണ്ടുവച്ചതാണോ? കുട്ടാ സത്യം പറ, ഇതെവിടെന്നാ? പറയടാ, എവിടുന്നാ നിനക്ക് കിട്ടിയത്? അമ്മ അടിക്കല്ലേ. നീ അവനെ അടിക്കല്ലേ, ഞാൻ ചോദിക്കാം. കുട്ടാ ഇതെങ്ങനെ ഇവിടെ വന്നേ? മോനിന്ന് കുഞ്ഞാവടെ കളിക്കാൻ പോയോ? ആ, ഇവൻ കുറെ നേരം അവിടെ ആയിരുന്നു. ദൈവമേ, ഈ ക്യാഷാണ് ദേവി അവിടെ കിടന്ന് തിരയുന്നത്. അവന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ അടയ്ക്കാനുള്ള ക്യാഷ് അത്. അയ്യോ, കുരുത്തം കെട്ടവനെ, നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു? എടുക്കാൻ പാടുണ്ടോ? കുട്ടാ വാടാ, സാരല്ല. ദൈവമാമനോടേ സോറി പറഞ്ഞു കൊടുത്താ മതി. അതെ, എന്തേ? ഇതിപ്പോ കൊടുക്കണോ? ഇവനാണ് എടുത്തതെന്ന് അറിഞ്ഞാൽ ഓലെന്ത് വിചാരിക്കും? ആ ഒരു കണ്ണോണ്ടല്ലേ. പിന്നെ ആൾക്കാരറിഞ്ഞാൽ മോശമല്ലേ? രവി, രവി, ഞാൻ പറയുന്ന ഈ ഒന്ന് ക്ഷമയോടെ കേൾക്കണം. മോന് ഒരബദ്ധം പറ്റിയതാ. ക്യാഷ് മോനാ എടുത്തത്. അശോക, മക്കളോടൊന്നും മര്യാദയ്ക്ക് വളർത്തണം. കക്കാനല്ല പഠിപ്പിക്കേണ്ടത്. ഞാൻ വൈകുന്നേരം മുതൽ തിരഞ്ഞെടുക്കാം ഇവിടെ. കണ്ടോടി പക്ഷേ, നീയല്ലേ പറഞ്ഞേ അവനെടുക്കില്ല എന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഈറ്റുകളൊന്നും വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറ്റില്ല. രവി, ഈ വേണ്ടാത്തൊന്നും പറയല്ലേ. ഓനൊരു അബദ്ധം പറ്റിയതാണേ. ഓൻ്റെ ഒരു കയ്യബദ്ധം. ചെക്കനെ വിളിച്ച് ഇറങ്ങിപ്പോടാ. എടി, എന്താ ചെയ്യാ? രവിക്ക് നാളെ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള ക്യാഷാ. അത് കൊടുക്കാതിരുന്നാ? കൊടുക്കണ്ടെന്നല്ല, നാളെ ആരും കാണാണ്ട് ഇവനെ കൊണ്ട് എന്നെ അവിടെ കൊണ്ട് വെപ്പിച്ചാ പോരെ. നിക്കണേ കണ്ടില്ലേ കുരുത്തം കെട്ടവൻ. ഏയ്, അതൊന്നും ശരിയാവൂല. ഇനിയിപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞാലും നമ്മളിതിന് കൂട്ടിക്കാ വേണ്ടത്. ഓനൊരു അബദ്ധം പറ്റി. എന്തായാലും ഞാനിത് കൊടുത്തിട്ട് വരാം. നീ ആ ഷർട്ടും എടുത്തേ. അതാ പുറത്ത് അഴയിലുണ്ട്. ആ കുട്ടാ വാടാ. അശോക, ഇനിയിപ്പോൾ കാശ് വേണ്ട. അമ്മ പോയി. എനിക്ക് വിചാരിച്ച സമയത്ത് കാശ് കൊടുക്കാനും പറ്റിയില്ല. അതിനൊരു സാവകാശം തമ്പുരാൻ തന്നുമില്ല. പിന്നെ നീ ഇവിടെ ഉണ്ടാവണം. ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. പിന്നെ ഷീജനോട് മക്കളോടൊന്നും ഇവിടെ വന്നിരിക്കാൻ പറയാം. കുറച്ചുകൂടെ ആയുസ് നീട്ടി കിട്ടിയാണ്. അതെങ്ങനെ പൈസ കൊടുക്കാണ്ട് ഓപ്പറേഷൻ ചെയ്യാ? ചടങ്ങൊക്കെ കഴിഞ്ഞൂലേ? കുറച്ചു കാലം കൂടെ ഉണ്ടാവുമെന്ന് കരുതിയടാ. ഇത്ര പെട്ടെന്ന്. രവി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല.
പക്ഷെ കുറച്ച് ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. നിന്നോട് അന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഇനി ഞാനത് പറയാതിരുന്ന ഞാൻ നിന്നോടും എന്നോടും ചെയ്യുന്ന വലിയ തെറ്റാവും അത്. അന്ന് നീ കൊണ്ടുവച്ച ക്യാഷ് അതെടുത്തത് കുട്ടനാണ്. അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെയും കുട്ടി നിന്റെ അടുത്ത് വന്നതാ. പക്ഷെ അപ്പോഴേക്കും എടാ, കുട്ടനൊരു അബദ്ധം പറ്റിയതാണ്. നീ അവനോട് ക്ഷമിക്കണം. രവി, നീ ഇത് വാങ്ങ്. നീ അവനെ തല്ലിയോടാ. ഷീജ കുറെ തല്ലി. എന്തായാലും അവൻ ചെയ്ത തെറ്റല്ലേ. പിന്നെ നീ അവൻ ആ കണ്ണുകൊണ്ട് കാണരുത്. ഇല്ലടാ, ഇനി അവനെ തല്ലരുതെന്ന് പറഞ്ഞു. ഇത്രയും കാശിൻ്റെ ആവശ്യമൊന്നും എന്തായാലും അവനില്ല. പിന്നെ ഒരു കൗതുകത്തിനെടുത്തായിരിക്കും. ഇതുപോലെ കുട്ടിക്കാലത്ത് നമുക്ക് ഓരോ കൗതുകങ്ങൾ ഓരോന്നിട്ട് തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ നമ്മളാരോടും ചോദിക്കാതെ നമ്മൾ എടുത്തിട്ടുമുണ്ട്. അന്നൊക്കെ നമ്മൾ കുറേ അടി കൊണ്ടതല്ലടാ. ഇന്നോർക്കുമ്പോൾ കുട്ടിക്കാലത്തെ ഓരോ തമാശയായിട്ടല്ലടാ നമുക്ക് തോന്നുന്നത്. നീ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മളല്ലാതെ ഇത് മറ്റാരും അറിയാൻ പോകുന്നു.